ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഭസ്മോദ്ധൂളിതവിഗ്രഹം വരദചിന്മുദ്രാധരം സുന്ദരം കാഷായാംബരധാരിണം ഗളതലേ രുദ്രാക്ഷമാലാന്വിതം ബ്രഹ്മാനന്ദസുഖപ്രശോഭിതമുഖം വീരാസനെ സംസ്ഥിതം ശ്രീരാമാനന്ദയതീശ്വരം ഗുരുവരം ഭൂയോ നമാമ്യഹം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ഗുരുജനങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ ഭക്തിപൂർവം നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. ഭഗവത് വിചാരം കൊണ്ടും ഭാഗവത പാരായണം കൊണ്ടും സഹസ്രനാമാർച്ചനകൾ കൊണ്ടും പുണ്യമായി തീർന്നിരിക്കുന്ന ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഹരിഭക്തന്മാരും മുമുക്ഷുക്കളുമായിരിക്കുന്ന ശ്രീഹരിഭക്തന്മാരുടെ പാദങ്ങളിൽ വിനീതമായിട്ട് നമസ്കരിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിനായിക്കൊണ്ട് ലോകേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മായാമയമായ ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും കാരണഭൂതനും സകല ജീവജാലങ്ങൾക്കും ഏകാശ്രയനും ശ്രീ ഭഗവാൻ മാത്രമാണ് എന്ന് സംശയരഹിതമായിട്ട് പ്രഖ്യാപിക്കുന്ന ഹരിഭക്തന്മാർക്ക് പ്രിയങ്കരമായിരിക്കുന്ന കലികാല കൽമഷങ്ങളെയെല്ലാം മാറ്റി ഭക്തന് ഭക്തിജ്ഞാന വൈരാഗ്യാദികളിലും പരമമായിരിക്കുന്ന മുക്തിയും പ്രദാനം ചെയ്യുന്ന ഭാഗവതത്തിൽ ശ്രീഹരിയല്ലാതെ മറ്റൊരു ശരണം ഭക്തനില്ല. നിത്യമായിരിക്കുന്ന ആനന്ദത്തിന് ഹരിപാദ ദർശനമാണ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് എന്ന് സംശയരഹിതമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ഭാഗം ആണ് രുദ്രഗീത. ഭാഗവതത്തിൻ്റെ 4-ാം സ്കന്ധത്തിലെ 24-ാം അധ്യായത്തിലാണ് രുദ്രഗീത വരുന്നത്. അതിന് തുടർച്ചയായിട്ട് ആ രുദ്രഗീതയുടെ മാഹാത്മ്യത്തെ 30-31 അധ്യായങ്ങളിലും വിസ്തരിക്കുന്നു. 24-ാം അധ്യായത്തിൽ 79 ശ്ലോകങ്ങളുണ്ട്. അതിൽ 33 മുതൽ 78 വരെയുള്ള 47 ശ്ലോകങ്ങളെയാണ് രുദ്രഗീത എന്ന് അറിയപ്പെടുന്നത്. 30-ാം അധ്യായത്തിലെ 51 ശ്ലോകങ്ങളും 31-ലെ 31 ശ്ലോകങ്ങളും ആ രുദ്രഗീതയുടെ അനുഷ്ഠാനത്തിലൂടെ ആനന്ദമനുഭവിച്ച പ്രചേതസ്സുകളുടെ തപസ്സിന്റെ ഫലമാണ് സൂചിപ്പിക്കുന്നത്. വളരെ ചെറിയൊരു ഭാഗത്തിലൂടെ ആത്മീയ ജീവിതത്തിൻ്റെ അന്തസത്ത മുഴുവൻ ഈ ഭാഗങ്ങളിൽ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്തിക്ക് ഇതരമായിരിക്കുന്ന മറ്റെല്ലാ സാധനാ ക്രമങ്ങളെ കഴിഞ്ഞും അനുഷ്ഠാന പദ്ധതികളെ കഴിഞ്ഞും ശ്രേയസ്കരമായത് ഹരിഭജനം മാത്രമാണ് എന്നും
ഇതിലൂടെ സംശയരഹിതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഏറ്റവും ചെറിയ ഭാഗങ്ങളിലൂടെ മറ്റ് സാംഖ്യ, യോഗ, വേദാന്ത ദർശനങ്ങളുടെ അനുഷ്ഠാനത്തിലൂടെ നമുക്ക് കിട്ടാവുന്നതായ ആനന്ദത്തിനുപരിയായിരിക്കുന്ന ആനന്ദം ഹരിദർശനത്തിലൂടെയാണ് കിട്ടുന്നതെന്നും സമർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം തുടങ്ങിയിരിക്കുന്നതായ സന്യാസധർമ്മങ്ങളെയും ഇതിൻ്റെ അകത്ത് പരാമർശിച്ചിട്ടുണ്ട്. വളരെ ചെറുതെന്ന് തോന്നാവുന്ന ഈ ഭാഗത്ത് മിക്കവാറും ഭാരതീയ ദർശനങ്ങളുടെയൊക്കെ ചിന്തകളും ചതുരാശ്രമ സമ്പ്രദായങ്ങളുടെയും വൈവിധ്യപൂർണമായിരിക്കുന്ന അനുഷ്ഠാന പദ്ധതികളുടെയുമെല്ലാം കാതൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് രുദ്രഗീത എന്ന ഈ ഒരു ഭാഗം കൊണ്ട് തന്നെ സാമാന്യേന നമുക്ക് എല്ലാവിധമായിരിക്കുന്ന ചിന്തകളിലേക്കും നമ്മുടെ ബുദ്ധിയെ വ്യാപരിപ്പിക്കുവാൻ സുവ്യക്തമായി കഴിയുമെന്നുള്ളതാണ് രുദ്രഗീതയുടെ ഒരു മഹാത്മ്യം. ഈ രുദ്രഗീതയുടെ സന്ദർഭങ്ങളെല്ലാം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ജ്ഞാനികളായിരിക്കുന്ന ഭക്തന്മാരായ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എങ്കിലും ആ കഥാതന്തുവിനെ അല്പമാത്രമായിട്ട് ഇവിടെയൊന്ന് പറയുകയാണ്. ഹരിഭക്തന്മാർ ഭഗവത് പ്രസാദത്താൽ ഹരിപദം തന്നെ പോകുന്നു എന്നാണ് സാരം. അങ്ങനെ ഭഗവത് പ്രസാദത്താൽ ഹരിഭക്തന്മാരായിരിക്കുന്ന പ്രചേതസ്സുകൾ മോക്ഷം പ്രാപിച്ചതാണ് 4-ാം സ്കന്ധത്തിൻ്റെ ഇതിന് പൂർവമായിരിക്കുന്ന ഭാഗങ്ങളിൽ പറയുന്നു. വിതുരരോട് മൈത്രേയൻ ഹരിദ്വാരത്തിൽ വെച്ച് പറയുന്നതായിട്ടാണ് ഈ ഭാഗത്തെ വിസ്തരിച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ നമുക്ക് പല ആചാര്യന്മാരെയും പല ശിഷ്യന്മാരെയും കാണാൻ സാധിക്കും. വിതുരരോട് ഉപദേശിക്കുന്ന മൈത്രേയൻ, പരീക്ഷിത്തിനോട് ഉപദേശിക്കുന്ന ശുഗൻ, പ്രചേതസ്സുകളോട് ഉപദേശിക്കുന്നതായ രുദ്രഭഗവാൻ, വിഷ്ണു ഭഗവാൻ, നാരദ മഹർഷി എന്നിങ്ങനെ ആചാര്യന്മാര്, ഈശ്വരൻ തന്നെ ആചാര്യന്മാരുടെ സ്വരൂപത്തിൽ വന്നുകൊണ്ട് സാധകന്റെ സാധനാക്രമത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വേണ്ടതായിരിക്കുന്ന ഉപദേശങ്ങളെ നൽകിക്കൊണ്ട് സാധകനെ ക്രമമായിരിക്കുന്ന അനുഷ്ഠാന പദ്ധതിയുടെ ആത്മീയതയുടെ ഔന്നത്യത്തിലേക്ക് ഉയർത്തി ശാശ്വതമായിരിക്കുന്ന ആനന്ദത്തെ നേടിക്കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായ ഒരു ഗുരുവിനെ അല്ല ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഗുരു എന്ന് പറയുന്നത് സാധനയുടെ പൂർത്തീകരണത്തിന് ആവശ്യമായി വന്നിരിക്കുന്നതാണ്. ലോകത്ത് ഭഗവാൻ അവതരിക്കുന്നതും ആവശ്യത്തിനനുസൃതമാണ്. അതുപോലെ ശിഷ്യന്റെ, ഭക്തന്റെ അല്ലെങ്കിൽ സാധകന്റെ അല്ലെങ്കിൽ മുമുക്ഷുവിന്റെ സംശയ നിവൃത്തിക്ക് ശരിയായിരിക്കുന്ന സാധനാക്രമത്തിന് പരിശീലനത്തിന് വേണ്ടിയിട്ട് ഈശ്വരൻ തന്നെയും ഗുരുവായി വരുന്നു എന്ന സത്യം, യാഥാർത്ഥ്യം ഈ ഭാഗങ്ങളുടെ, ഈ പ്രചേതസ്സുകളുടെ സാധന അനുഷ്ഠാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ പ്രചേതസ്സുകൾ പൃഥുവിൻ്റെ വംശപരമ്പരയിലാണ് ഉണ്ടായിട്ടുള്ളത്. വേനനും പൃഥുവും ആധ്യാത്മികതയുടെയും നിരീശ്വരവാദത്തിൻ്റെയും വിഭിന്നങ്ങളായിരിക്കുന്ന രണ്ട് തലങ്ങളുടെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന അവസ്ഥാവിശേഷത്തിലുള്ളവർ. ആ വേനന്റെ നിരീശ്വരത്വം അത് പൃഥു മഹാരാജിലേക്ക് വരുമ്പോൾ ആധ്യാത്മികതയുടെ, ആ ഭഗവത് ഭക്തിയുടെ, ധാർമ്മികതയുടെ, സത്യസന്ധതയുടെ അങ്ങേ തലത്തെ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും ധാർമ്മികപരമായിരിക്കുന്ന രീതിയിൽ ഭൂമിയെ പരിപാലിച്ച ആ പൃഥു ചക്രവർത്തിയുടെ വംശപരമ്പരയിലാണ് പ്രചേതസ്സുകൾ വരുന്നത്.
പൃഥുവിൻ്റെ പുത്രനായിരിക്കുന്ന വിജിതാശ്വൻ, ആ വിജിതാശ്വൻ്റെ പുത്രനായിരിക്കുന്ന ഹവിർധാനൻ. ഹവിർധാനനായപ്പോൾ രാജ്യാദി കാര്യങ്ങൾ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആലസ്യമല്ല. ആലസ്യമുള്ളവന് ഈശ്വര കാര്യങ്ങൾ ചെയ്യുവാൻ, ആത്മീയ സാധന ചെയ്യുവാൻ സാധിക്കുകയില്ല. മറിച്ചൊരു ഭരണാധികാരി എന്നുള്ള നിലയിൽ കുറ്റവും ശിക്ഷയും വേർതിരിച്ചു കാണുക, ജനങ്ങളിൽ നിന്ന് കരം പിരിക്കുക തുടങ്ങിയിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരുന്നു. അതൊരു സാധകന് ഉചിതമല്ല എന്നുള്ള തിരിച്ചറിവാണ് ഹവിർധാനനെ ഒരു രാജാവിൻ്റെ കടുത്തതായിരിക്കുന്ന നിലയിൽ നിന്ന് വ്യതിരിക്തനാക്കി തീർത്തത്. അങ്ങനെ കുറ്റവും ശിക്ഷയും നടപ്പിലാക്കുവാനും ജനങ്ങളിൽ നിന്ന് കരം പിരിക്കുവാനും താല്പര്യമില്ലാതെ ബഹുകാലം അദ്ദേഹങ്ങൾ സത്രങ്ങൾ നടത്തി ഈശ്വരഭജനവും പൂജയും സാധനാക്രമങ്ങളുമായിട്ട് അദ്ദേഹം വൈകുണ്ഠത്തെ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഹവിർധാനൻ്റെ 6 പുത്രന്മാരിൽപ്പെട്ടതാണ് ബർഹിഷത്ത്. ബർഹിഷത്ത് യാഗാദി കർമ്മങ്ങളിലും യോഗശാസ്ത്രത്തിൻ്റെ വിഹിതമായിരിക്കുന്ന പ്രാണായാമാദി ക്രിയകളിലും വളരെ തൽപരനായിരുന്നു. വേദം വിധിക്കുന്നതായിരിക്കുന്ന യാഗകർമ്മങ്ങൾ സ്വർഗാദികളെ നേടുന്നതിന് വേണ്ടിയിട്ട് യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതാണ് ധർമ്മമെന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. സ്വർഗകാമോ യജേത. അങ്ങനെ ദേവന് ഹിതമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ധർമ്മമെന്നും വേദത്തിൽ വിധിക്കുന്നത് അനുസരിച്ചല്ലാതെ അഹിതങ്ങളായിരിക്കുന്ന അനിഷ്ടകർമ്മങ്ങളെ സാധിക്കുന്നതാണ് അധർമ്മമെന്നും മീമാംസാശാസ്ത്രത്തിൽ പറയും. അങ്ങനെ ഇഷ്ടകർമ്മങ്ങളായിരിക്കുന്ന യാഗാദി കർമ്മങ്ങളെ, ഇഷ്ടകർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമായിട്ട് കൽപ്പിച്ചിരിക്കുന്ന സ്വർഗപ്രാപ്തിയാണ്. മരണാനന്തരം ഇഹലോകത്തിൽ ചെയ്തിരിക്കുന്നതായ പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് മരണാനന്തരം സ്വർഗപ്രാപ്തി ഉണ്ടാവുക എന്നുള്ളത് ഇഷ്ടകർമ്മങ്ങളിൽ പ്രാധാന്യം വരും. അങ്ങനെ ഇഷ്ടകർമ്മങ്ങൾ ധാരാളം വിധിക്കപ്പെട്ടിട്ടുണ്ട്, യജ്ഞകർമ്മങ്ങൾ. അങ്ങനെ കർമ്മമീമാംസയിലും യോഗശാസ്ത്ര വിഹിതമായിരിക്കുന്ന യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധികളും അനുഷ്ഠിച്ചുകൊണ്ട് അതിൽ വ്യാപൃതനായി കഴിയുകയാണ് അദ്ദേഹം ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ശ്രദ്ധ യാഗകർമ്മങ്ങളിൽ മാത്രമായി കൂടുതൽ അദ്ദേഹം കർമാനുഷ്ഠാനത്തിൽ വ്യാപൃതനായി. ഒരു സ്ഥലത്ത് യാഗം ചെയ്തു കഴിയുമ്പോൾ ഉടനെ തന്നെ അദ്ദേഹം മറ്റൊരു യാഗം ആരംഭിച്ചു കഴിയും. അപ്പൊ യാഗത്തിന് വേണ്ടിയിട്ട് ദർഭകളെ എവിടെയും അദ്ദേഹം കിഴക്ക് ഭാഗത്തേക്ക് അദ്ദേഹം വിരിച്ചുകൊണ്ടേയിരുന്നു. ഒരു യാഗം കഴിഞ്ഞാൽ ഉടനെ അടുത്ത യാഗം. അങ്ങനെ യാഗാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ട് ദർഭപ്പുല്ലുകളെ കിഴക്ക് ഭാഗത്തോട്ട് വിരിച്ച് തൽപരനായി തീർന്ന അദ്ദേഹത്തിന് പ്രാചീന ബർഹിഷസ് എന്ന് പേര് വന്നു. പ്രാചീ എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗം, ബർഹിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർഭ ബർഹിസത്ത് ആണ്. അങ്ങനെ പേരെടുത്ത അദ്ദേഹം ആ യാഗാദി കർമ്മകാണ്ഡങ്ങളും പ്രാണായാമാദി യോഗശാസ്ത്രങ്ങളും അനുഷ്ഠിച്ച് പ്രാചീന ബർഹിസ് എന്ന് പേര് നേടി. പിന്നീട് അദ്ദേഹം സമുദ്രപുത്രിയായ ശതധൃതിയെ വിവാഹം കഴിച്ച് അതിൽ അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടായി. ഈ 10 പുത്രന്മാരുടെ പേരുകൾ എന്താണ് എന്ന് പ്രത്യേകം പറയുന്നില്ല. എന്നാൽ അവര് രൂപത്തിലും ഭാവത്തിലും ധർമാനുഷ്ഠാനത്തിലുമെല്ലാം സമാനത്വം അവർക്ക് കൊടുക്കുന്നു. അവരെ പ്രചേതസ്സുകൾ എന്നാണ് ഒരു പൊതുവായ നാമം കൊടുത്തിരിക്കുന്നത്. ചേതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മനസ്സാണ്. പ്രേരിപ്പിക്കപ്പെട്ട മനസ്സ്, ധർമ്മത്തിലേക്ക്, ആധ്യാത്മികതയിലേക്ക്, സാധനയിലേക്ക് പ്രേരിപ്പിക്കപ്പെട്ട മനസ്സോടു കൂടിയവരാണ് പ്രചേതസ്സുകൾ. അത് ദശപ്രചേതസ്സുകളെ 10 പ്രചേതസ്സുകളെ പറഞ്ഞിരിക്കുന്നതിനാൽ
10 ഇന്ദ്രിയങ്ങളായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ബാഹ്യമായിരിക്കുന്ന ശബ്ദസ്പർശ രസഗന്ധാദി വിഷയങ്ങളിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതായ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, അത് ആത്മീയപരമായിട്ട് ആന്തരികമായിട്ട് സാധനയിലേക്ക്, ഈശ്വരനിലേക്ക്, ആത്മാവിലേക്ക് തിരിയുമ്പോൾ അതിൻ്റെ നില പ്രകർഷേണയായി. അങ്ങനെ പ്രത്യേകമായിട്ട് നിർമ്മലമായി തീർന്ന ജീവന്റെ ധർമ്മം ഈശ്വര സാക്ഷാത്കാരമാണ്, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമാണ് എന്ന് തിരിച്ചറിയപ്പെട്ടതായിരിക്കുന്ന 10 ജീവന്മാർ പ്രചേതസ്സുകളായിട്ട് നമുക്ക് കാണേണ്ടി വരും. അവർ പ്രായത്തിൽ വ്യത്യാസമുണ്ടോ എന്നൊന്നും രൂപപ്പെടുത്തിയിട്ടില്ല. ഒരേ കാലത്തെന്നാണ് പറയുന്നത്. സമാനത്വം രൂപത്തില്, ഭാവത്തില്, പേരില്, ധർമാനുഷ്ഠാനത്തിലെല്ലാം സമാനത്വം ഇരിക്കുന്നതായ പ്രചേതസ്സുകൾ, അവരോട് പ്രാചീന ബർഹിസ് സന്താന ഉൽപാദി നടത്തണമെന്ന് അവരോട് പറയുകയാണ്. അവരുടെ ആ ബ്രഹ്മചര്യാകാലത്തിന് ശേഷം പുണ്യം കൊണ്ടേ സത്സന്താനങ്ങൾ ഉണ്ടാകത്തുള്ളൂ എന്ന് അറിയാവുന്നതായ പ്രചേതസ്സുകൾ പുണ്യവർദ്ധനത്തിന് ഹരിഭജനമാണ് ഏറ്റവും യുക്തമെന്ന് കരുതി ആ തപസ്സിന് വേണ്ടിയിട്ട് അവർ പോവുകയാണ്. അങ്ങനെ അവർ പോയിട്ട് ഹരിപ്രസാദത്തിന് വേണ്ടിയിട്ട് ആ പിതാവിൻ്റെ കൽപ്പനയെ അംഗീകരിച്ചുകൊണ്ട് അവര് തപസ്സാരംഭിച്ചു. ബാഹ്യമായിരിക്കുന്ന ഭൂമിയിലെ യാതൊന്നും തങ്ങളിൽ കയറി വ്യാപരിക്കാതിരിക്കുന്നതിന് വേണ്ടി പ്രചേതസ്സുകൾ തിരഞ്ഞെടുത്തത് സമുദ്രത്തിൻ്റെ അന്തർഭാഗമാണ്. സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തിരുന്നുകൊണ്ട് അവർ തപസ്സാരംഭിച്ചപ്പോൾ സാക്ഷാൽ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ശിവഭഗവാൻ പ്രസാദിച്ച് പ്രത്യക്ഷപ്പെട്ട് അവരോട് ചോദിച്ചു, എങ്ങനെയാണ് ഭഗവാൻ ഹരിയെ സ്മരിക്കുന്നത്? അതിനുള്ള തപസ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? അതിനുള്ള മന്ത്രവും ധ്യാനവും ഒക്കെ നിങ്ങൾക്കറിയാമോ? എങ്ങനെയാണ് ഹരിഭഗവാനെ നിങ്ങൾ സങ്കല്പിക്കുന്നത്? നിങ്ങളുടെ ഭാവന എന്താണ്? ഏത് സ്വരൂപത്തിലാണ് ഭഗവാനെ നിങ്ങൾ വിചാരം ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ അവർ ഭഗവാൻ രുദ്രഭഗവാൻ പ്രചേതസ്സുകളോട് ചോദിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് രുദ്രഗീത എന്ന് അറിയപ്പെടും. രുദ്രഗീതയിൽ 47 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. രുദ്രനെ കുറിച്ചിട്ടുള്ള ഗീതയായിരിക്കാം രുദ്രഗീത എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം. പക്ഷെ ഇത് പൂർണ്ണമായും ഭഗവാൻ ശ്രീഹരിയെക്കുറിച്ച്, പ്രപഞ്ചത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഏക കാരണം സാക്ഷാൽ പത്മനാഭനായിരിക്കുന്ന ശ്രീഹരി മാത്രമാണ് എന്ന് സംശയരഹിതമായിട്ട് സാക്ഷാൽ ഭഗവാൻ ശിവൻ തന്നെ പ്രസ്താവിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാധാന്യം. ഏറ്റവും ഉത്തമന്മാരായിരിക്കുന്ന അധികാരികളായിരിക്കുന്ന ശിഷ്യന്മാരാണ് പ്രചേതസ്സുകൾ. ആത്മീയ ഉപദേശത്തിന്, അതുപോലെ തന്നെ ഭഗവാൻ ശ്രീഹരിയെപ്പറ്റി ഉപദേശിക്കുന്നതിന് ഏറ്റവും യോഗ്യനായിരിക്കുന്നത് രുദ്രഭഗവാനും. അങ്ങനെ ഉത്തമനായിരിക്കുന്ന ഗുരുവും ഉത്തമന്മാരായിരിക്കുന്ന ശിഷ്യന്മാരും തമ്മിലുള്ള ആത്മീയ സംവാദമാണ് രുദ്രഗീതയിൽ കാണുന്നത്. ലോകത്തിൽ ഏറ്റവും ദുർലഭമായിട്ടുള്ളത് ഒന്നാണ്. നമ്മളെ ശരിയായ ആത്മീയ മാർഗത്തിലൂടെ ഉപദേശിച്ചു കൊണ്ടുപോകാൻ പ്രാപ്തനായിരിക്കുന്ന ഗുരു, ആത്മസ്വരൂപത്തെ അറിഞ്ഞവനായിരിക്കുന്ന ഗുരു, ഗുരുവിൻ്റെ ഉപദേശങ്ങളെ അറിയുവാനും അറിഞ്ഞ് സാധന അനുഷ്ഠിച്ചുകൊണ്ട് ലക്ഷ്യമായിരിക്കുന്ന സാക്ഷാത്കാരത്തെ അനുഭവിക്കുവാൻ പ്രാപ്തിയുള്ളതായിരിക്കുന്ന അധികാരികളായിരിക്കുന്ന ശിഷ്യന്മാർ. ഇതിൻ്റെ രണ്ടിൻ്റെയും അഭാവമാണ് ലോകത്തില് ആധ്യാത്മിക അനുഷ്ഠാനത്തില് പലപ്പോഴും പലർക്കും വന്നു ചേരുന്നത്. അങ്ങനെയുള്ളവർക്കും ആത്മീയമായ അഭിവാഞ്ച അല്ലെങ്കിൽ മുമുക്ഷുത്വം ഒരു സാധകനുണ്ടായാൽ കൃത്യമായ സമയത്തും സന്ദർഭത്തിലും ഈശ്വരൻ തന്നെ വിവിധ സമയങ്ങളിൽ ഗുരുവായി നമുക്ക്
അരികിലെത്തി വേണ്ട ഉപദേശം തരുമെന്നാണ്. ഇവിടെ പ്രചേതസ്സുകളെ ശിവനെ വിളിച്ച് സ്തുതിക്കുന്നില്ല. സ്തുതിക്കുന്ന ഒരു ശ്ലോകം ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടില്ല. മറിച്ച് അധികാരികളായിരിക്കുന്ന പ്രചേതസ്സുകളുടെ അടുത്തേക്ക് ഭഗവാൻ ഗുരുവിന്റെ സ്വരൂപത്തില് എത്തിച്ചേർന്ന് ശ്രീഹരിയെ കുറിച്ചിട്ട് പറയുകയാണ്. അത് തുടങ്ങുന്നത് 33-ാമത്തെ ശ്ലോകത്തിലൂടെയാണ്. ജിതം ദ ആത്മവിദ്യുര്യ സ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവതാരാധസാരാധം സർവസ്മാ ആത്മനേ നമഃ. ഇതൊരു ഉപനിഷത്തിലെ മന്ത്രത്തിന്റെ രൂപത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മറ്റു ശ്ലോകങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഉപനിഷത്ത് സമാനമായിരിക്കുന്ന ഭാഷാശൈലിയിലാണ് ഈ രുദ്രഗീതയുടെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൂക്ഷ്മവും പരവുമായിരിക്കുന്ന ഒരു വർണ്ണനയാണ് ആദ്യം കൊടുക്കുന്നത്. എന്നിട്ട് അവരോഹണ ക്രമത്തിൽ സ്ഥൂലത്തിലേക്ക് ഭഗവാൻ ഉപദേശിക്കുകയാണ്. സാധകന്മാരെല്ലാം ആദ്യമേ തന്നെ സൂക്ഷ്മത്തിലാണ് പിടിക്കുന്നത്. പിന്നെയാണ് അവർ പഠിച്ച് വരുമ്പോൾ താഴോട്ട് അവരോഹണ ക്രമത്തിലാണ് നമ്മുടെ പല സാധനയും. ഇവിടെയും ഏറ്റവും പരമകാഷ്ഠയിൽ ഭഗവാന്റെ സ്വരൂപത്തെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ഏറ്റവും ഉത്കൃഷ്ടമായിരിക്കുന്ന അവസ്ഥ ഈശ്വരന്റെ അത് ആനന്ദമാണ്. അങ്ങനെ ആ ആനന്ദത്തെ അറിയുന്നതായ ഉത്കൃഷ്ടമായിരിക്കുന്ന വസ്തുക്കളിൽ വെച്ചിട്ട് ഏറ്റവും ഉത്കൃഷ്ടനായിരിക്കുന്ന ഭഗവാന് നമസ്കാരമെന്നാണ്. സ്വരൂപം തന്നെ ആനന്ദമാണെന്നാണ്. അതിൽ നിന്ന് വ്യതിരിക്തമായിരിക്കുന്ന യാതൊരു ഭാവവും ഒരു അനുഭവവും ഇല്ല. അതുകൊണ്ടാണ് ആ പരമകാഷ്ഠയെ തന്നെ ആദ്യത്തെ ആ ശ്ലോകത്തിലൂടെ വർണ്ണിച്ചിരിക്കുകയാണ്. ആനന്ദമാണ് സാക്ഷാത്കാരത്തിലൂടെ സാധകന് അനുഭവപ്പെടുന്നത് എന്നാണ് എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ ദർശനങ്ങളും ഉദ്ഘോഷിക്കുന്നത്. സകല ദുഃഖ നിവൃത്തി അതാണ് ആ ജീവൻ മുക്തി കൊണ്ട്, അല്ലെങ്കിൽ സാക്ഷാത്കാരം കൊണ്ട്, അല്ലെങ്കിൽ ആ പൂർണ്ണത്വം കൊണ്ട്, അല്ലെങ്കിൽ ആ ഹരിപാദ ദർശനം കൊണ്ട് ഉണ്ടാകുന്നത് എന്ന്. ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് സകല പ്രാണിവർഗങ്ങളും എല്ലാവിധമായിരിക്കുന്ന കർമ്മങ്ങളെയും അനുഷ്ഠിക്കുന്നത് എന്നാണ് ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. അത് ക്ഷണികമായിരിക്കുന്ന ആനന്ദമുണ്ട്. വിഷയപദാർത്ഥങ്ങളിൽ നിന്ന് അതിൻ്റെ അനുഭവകാലത്ത് നമുക്കുണ്ടാകുന്നതായ ആനന്ദം തുച്ഛമാണ്, അനിത്യമാണ്. ആ അതിൻ്റെ അനുഭവകാലത്തു മാത്രമേയുള്ളൂ. എന്നാൽ ആത്മസാക്ഷാത്കാരത്തിലൂടെ, ആ ബ്രഹ്മസാക്ഷാത്കാരത്തിലൂടെ നമുക്കുണ്ടാകുന്നതായ ആനന്ദമാണ് നിത്യമായിരിക്കുന്ന ആനന്ദം, ശാശ്വതമായിരിക്കുന്ന ആനന്ദം. ജനനമരണാദികളായിരിക്കുന്ന സംസാര ചക്രത്തിൽ വീണ്ടും വന്ന് അലച്ചു വീഴാതെ ശാശ്വതമായിട്ട് അനുഭവിക്കുവാൻ കഴിയുന്നത് എന്ന് ശാസ്ത്രങ്ങളും ആചാര്യന്മാരും പുരാണങ്ങളും എല്ലാം ഉദ്ഘോഷിക്കുന്നു. അതുകൊണ്ട് ആനന്ദം എന്ന് പറയുന്നത് അറിവാണ്. ആനന്ദം ശ്രേഷ്ഠമായതുകൊണ്ടാണ് അറിവ് ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേദാന്താദി ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഏറ്റവും വലുത്, ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും പരമമായിരിക്കുന്നത് ആനന്ദമാണെന്നാണ്. വിജ്ഞാനം, ആനന്ദം, ബ്രഹ്മ. വിശേഷമായിരിക്കുന്ന അറിവാണ് നമുക്ക് ആനന്ദം തരുന്നത് എന്നാണ്. അങ്ങനെ ശ്രേഷ്ഠമായതുകൊണ്ടാണ് അറിവിനെ ആനന്ദമായിട്ട് കരുതുന്നത്. നിത്യമായിരിക്കുന്ന ആനന്ദം തരുന്നത് കൊണ്ടാണ് അറിവ് ശ്രേഷ്ഠമായിരിക്കുന്നതെന്ന് നമുക്ക് അന്യോന്യം പറയാൻ പറ്റും. അപ്പോൾ അറിവില്ലാത്തിടത്ത് ആനന്ദമില്ല, ആനന്ദവും അറിവും ഇല്ലാത്തതിടത്ത് ഈ രണ്ടും ഒന്നു തന്നെയാണ്. ശ്രേഷ്ഠത്വം ഇല്ല എന്ന് ഈ ശ്ലോകത്തിലൂടെ വർണ്ണിക്കുന്നു. ഉപനിഷത്തുക്കൾ പറയുന്നു, തസ്മാത് വാ ഏതസ്മാത് വിജ്ഞാനമയാത്
അന്യോ അന്തര ആത്മാ ആനന്ദമയ. തൈത്തിരീയോപനിഷത്തിൽ പറയുക. ബ്രഹ്മസൂത്രത്തില് ആനന്ദമയാധികരണമെന്നും പറഞ്ഞ് പ്രത്യേക ഒരു അധികരണം തന്നെയുണ്ട് ആദ്യ പാദത്തിൽ. അതിൽ ആനന്ദമാണ് ബ്രഹ്മം, ആനന്ദമാണ് ആത്മാവ് എന്ന് നിസ്സംശയം ഉപനിഷത്ത് വാക്യങ്ങളെ എടുത്തുകൊണ്ട് വിവിധ സൂത്രങ്ങളിലൂടെ ബാദരായണ മഹർഷി സമർത്ഥിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യ സ്വാമികൾ മനോഹരമായിരിക്കുന്ന അതിൻ്റെ ഭാഷ്യത്തിലൂടെ ആനന്ദമാണ് ബ്രഹ്മം, അറിവാണ് ആനന്ദം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആനന്ദമയോഭ്യാസാത് എന്ന സൂത്രത്തിലൂടെ അത് വ്യക്തമാക്കും. രസോ വൈ സഹ മറ്റൊരു വേദവാക്യമാണ്. ആ ആനന്ദത്തെ അറിയുന്നവൻ അവൻ എല്ലാത്തിനെയും അറിയുന്നു. ആനന്ദോ ബ്രഹ്മേതി ത്യജാനാത് തൈത്രീയോപനിഷത്തിൽ പറയുന്നു. വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന് ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നു. ഇങ്ങനെ ആനന്ദമാണ് എല്ലാത്തിലും വെച്ച് ശ്രേയസ്കരമായിരിക്കുന്നത് എന്നാണ് രുദ്രഗീതയിലെ ആദ്യത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അത്യന്ത സൂക്ഷ്മവും പരവുമായിരിക്കുന്ന ആ ആനന്ദ വർണ്ണന, ആ ആനന്ദം, നിത്യമായിരിക്കുന്ന പരമമായിരിക്കുന്ന ആ ആനന്ദം ഭഗവാൻ ശ്രീഹരിയിലൂടെയാണ് ഉണ്ടാകുന്നത്. ഭഗവാനാണ് ഉത്കൃഷ്ടമായിരിക്കുന്ന ആനന്ദത്തിൻ്റെ അപാരതയിലിരിക്കുന്നതായ ആനന്ദസ്വരൂപമെന്ന് പറയും. ഇത്രയും വർണ്ണിച്ചതിന് ശേഷം പിന്നീടുള്ളതായിരിക്കുന്ന ശ്ലോകങ്ങളിലൂടെ ആ വിശേഷണമായ രൂപത്തിൽ ഭഗവാനെ നമസ്കരിക്കുകയാണ് രുദ്രഭഗവാൻ ചെയ്യുന്നത്. അത് സാമാന്യമായിരിക്കുന്ന ഒരു നമസ്കാരമാണ്. നമ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോജിഷേ എന്നിങ്ങനെ ആസ്തുതിക്കുകയാണ്. അങ്ങനെ ഭഗവാനെ ആ വിശേഷണമായിട്ട് പറയുകയാണ്. വിശേഷണമായിട്ട് പറയുമ്പോൾ ആനന്ദ സ്വരൂപത്തിൽ നിന്ന് താഴോട്ട് എടുത്തുകൊണ്ട് ജീവന് ആ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം, തുരീയാതീതം തുടങ്ങിയിരിക്കുന്നതായ അവസ്ഥാവിശേഷങ്ങളിലൊക്കെ എങ്ങനെ വർത്തിക്കുന്നു എന്ന് രുദ്രഭഗവാൻ പറയും. ഈ ഓരോ അവസ്ഥാത്രയങ്ങൾക്കും സാക്ഷിയായിട്ടിരിക്കുന്നത് ആനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനും. ആ അവസ്ഥാത്രയങ്ങളിൽ നിന്നും വേറിട്ട് സാക്ഷിയുമല്ലാതെ ഇരിക്കുന്നതായ അവസ്ഥ ഭഗവാനുണ്ട്. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, തുരീയൻ, തുരീയാതീതൻ എന്നീ ഭാവങ്ങളിൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം, തുരീയാതീതം എന്നീ അവസ്ഥകളിലൊക്കെ വർത്തിക്കുന്നത് ഈശ്വരന്റെ ഓരോ ഭാവങ്ങളാണെന്നും ആ പരമസ്വരൂപനായിരിക്കുന്ന, ശക്തി സ്വരൂപനായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന ആ നാരായണനാണ് വാസുദേവൻ, ആദിശേഷൻ, പ്രദ്യുമ്നൻ തുടങ്ങിയിട്ടുള്ളതെല്ലാം ഭാവത്തിൽ ഓരോത്തിലും അതിൻ്റെ സ്ഥൂല സൂക്ഷ്മ ഭാവങ്ങളിലാണ് വർത്തിക്കുന്നത് എന്ന് ഓരോന്നിനെയും എടുത്തെടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വിസ്തരിച്ച് ഭഗവാന്റെ ഓരോ ഭാവങ്ങള് ദേഹസംബന്ധമായിരിക്കുന്ന ഓരോ അവസ്ഥാഭേദങ്ങളിൽ എങ്ങനെ വർത്തിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഭഗവാന്റെ ആ വിഭൂതികൾ വർണ്ണിക്കുകയാണ്. ചെറിയ ചെറിയ ഓരോ ശ്ലോകങ്ങളിലൂടെയാണേലും ഓരോ വലിയ വലിയ ഗ്രന്ഥങ്ങളുടെ സമ്പൂർണത അതിൽ സമാഹരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഭഗവത്ഗീതയിലും മറ്റും പറയുന്ന ഭഗവാന്റെ ഉത്കൃഷ്ടമായിരിക്കുന്ന ആ വിഭൂതികളെ പറയുകയാണ്. പ്രകാശിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സൂര്യൻ, അങ്ങനെ ഇരിക്കുന്ന ആ സൂര്യസ്വരൂപനായിരിക്കുന്ന ഭഗവാന് എല്ലായ്പ്പോഴും നമസ്കാരം. ഇന്ദ്രിയങ്ങളുടെ നാഥനായിരിക്കുന്ന മനസ്സിന്റെ പ്രേരകനായിരിക്കുന്ന ഭഗവാൻ, അതുപോലെ തന്നെ ചന്ദ്രസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ, ചാതുർഹോത്രം തുടങ്ങിയിരിക്കുന്നതായ
യജ്ഞസംസ്കാരങ്ങളില് മീമാംസാബോധിതമായിരിക്കുന്ന കർമാനുഷ്ഠാനങ്ങളില് പരമദേവനായിരിക്കുന്ന അഗ്നിസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ, അവിടത്തേക്ക് നമസ്കാരം. ചന്ദ്രസ്വരൂപനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. പ്രാണിവർഗങ്ങൾക്ക് തൃപ്തിയെ നൽകുന്ന, സകല പ്രാണനുകളും ജീവന്മാരും ജലത്തെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ജലത്തിൻ്റെ ആശ്രിതത്വം കൊണ്ട് ജീവത്വത്തിൽ നിൽക്കുന്ന സകല വർഗങ്ങൾക്കും ആ സർവപ്രാണികളുടെയും വ്യഷ്ടി ശരീരത്തിലും സമഷ്ടി ശരീരത്തിലും ഭൂമി സ്വരൂപേണ വർദ്ധിക്കുന്നതായിരിക്കുന്ന ദേവന് നമസ്കാരം. ജലസ്വരൂപേണ വർത്തിക്കുന്നതായ ഭഗവാന് നമസ്കാരം. എങ്ങനെ? ഓരോ ഭാഗങ്ങളിലൂടെ ആ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിൻ്റെയും ഉത്കൃഷ്ടമായിരിക്കുന്ന ഭാവത്തിലിരിക്കുന്ന ഈശ്വരന് നമസ്കാരം പറയുകയാണ്. അതിനുശേഷം ആ ത്രൈലോക്യങ്ങൾക്കെല്ലാം ഇരിപ്പിടമായിരിക്കുന്ന ആകാശം, ആ ആകാശത്തിന് അധിഷ്ഠാനമായിരിക്കുന്ന ഭഗവാന് നമസ്കാരം എന്നിങ്ങനെ പറയുകയാണ്. ഇങ്ങനെ ഓരോ തലത്തിലും ഏറ്റവും ഉത്കൃഷ്ടമായിരിക്കുന്നതെല്ലാം ഭഗവാനാണ് എന്നുള്ള ഭഗവാന്റെ ആ വിഭൂതികളെ ഭഗവത്ഗീതയിലൊക്കെ ഇത് പറയും. അതിനെയും ഇവിടെ എടുത്ത് പറയുകയാണ്. അപ്പോൾ ഭഗവത്ഗീതയിലെ ആ വിഭൂതി വിസ്തര യോഗത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ ഇവിടെ വർണ്ണിച്ചു കഴിഞ്ഞു. പിന്നെ പറയുന്നത് കർമ്മസ്വരൂപമായിരിക്കുന്ന ഭഗവാന് നമസ്കാരം പറയും. യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം കൊണ്ട് സ്വർഗം കിട്ടും. ഓരോ കർമ്മങ്ങളിൽ നിന്നും ഓരോ അപൂർവങ്ങൾ ഉണ്ടാകും. ഉൽപ്പത്തി അപൂർവം എന്നാണ് പറയുന്നത്. ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്ന് സൂക്ഷ്മമായിട്ട് ഉണ്ടാകുന്നതായ ഫലം അതിന് അപൂർവം എന്നാണ് പറയുന്നത്. നമ്മളൊരു യാഗം അല്ലെങ്കിൽ ഒരു ഹോമം ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നതായിരിക്കുന്ന ഫലം അപൂർവം എന്ന പേരിൽ സ്ഥിതി ചെയ്യുകയും ഈ അപൂർവം പിന്നീട് നമ്മൾ എന്താണോ കാമിച്ചത് ആ കാമിത ഫലത്തെ ഉണ്ടാക്കുവാനുള്ള ഉൽപ്പത്തി അപൂർവമായി തീരുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ യാഗങ്ങളിലൂടെയും ഹോമങ്ങളിലൂടെയും അംഗങ്ങളായിട്ട് നാം ചെയ്യുന്നതായിരിക്കുന്ന അപൂർവങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ട് ഒരു മഹാപൂർവമായി തീരുന്നു. ഈ മഹാപൂർവമാണ് യജ്ഞങ്ങള് യാഗങ്ങൾ അല്ലെങ്കിൽ ഹോമങ്ങളെ അനുഷ്ഠിക്കുന്നതായ യജമാനന് അവന് കാമിതമായിരിക്കുന്ന ഫലത്തെ കൊടുക്കുന്നത് എന്ന് മീമാംസയിലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ അപൂർവങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നതായ ഫലങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് സ്വർഗകർമ്മമാണ്, സ്വർഗപ്രാപ്തി ആണ്. ഈ സ്വർഗപ്രാപ്തിക്ക് അപ്പോൾ മനുഷ്യന്റെ ജീവന്റെ കാമനകളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്നതായ സ്വർഗത്തിന് നാഥനായിട്ടിരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരമെന്ന്. അതിനുശേഷം പിന്നെ പിതൃലോകത്തെ പറയുകയാണ്. ജനനമരണാദി സംസാരപ്രാപ്തിക്ക് ശേഷം ശ്രേയസ്കരമായിരിക്കുന്ന പിതൃലോകപ്രാപ്തികള് ഉണ്ടാകും. ആ പിതൃലോകപ്രാപ്തിയും നമുക്കുണ്ടാകുന്നത് നാം ഇഹലോകത്തിൽ ചെയ്തിരിക്കുന്ന കർമ്മത്തിൻ്റെ ഫലമനുസരിച്ചിട്ടാണ്. ആ കർമ്മ പ്രാപ്തിക്ക് കാരണമായിരിക്കുന്ന ഇതും മുജ്ജന്മത്തിലെ നമ്മുടെ പുണ്യപാപ കർമ്മങ്ങളാണ്. മുജ്ജന്മത്തിനനുസരിച്ചിട്ട് നമുക്ക് പരലോകത്തിലെ അനുഭവം, ഏത് പരലോകത്തിലാണോ നമ്മൾ, സ്വർഗത്തിലാണോ നരകത്തിലാണോ മരണാനന്തരം വസിക്കുന്നത്, അതിനുശേഷം നാം ചെയ്തിരിക്കുന്ന പുണ്യങ്ങളും പാപങ്ങളും തീർന്നു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഭൂമിയിലേക്ക് വീണ്ടും നമ്മൾ പിറക്കുന്നു. പുണ്യമാണ് കിട്ടുന്നതെങ്കിൽ, ഈ ലോകത്തിലെ കർമ്മങ്ങളുടെ ഫലം പുണ്യമാണ് എങ്കിൽ മരണാനന്തരം ആ പുണ്യഫലം കൊണ്ട് സ്വർഗാദി ലോകങ്ങളെ അനുഭവിച്ചിട്ട്
ആ പുണ്യം തീർന്നു കഴിയുമ്പോൾ വീണ്ടും നാം ഭൂമിയിലേക്ക് മടങ്ങുന്നു. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പാപമാണെങ്കിൽ പാപത്തിന്റെ ഫലമായി നരകാദി ലോകങ്ങളിലെ ഭാഗവതത്തിൽ 27 തരം നരകങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ ആയിരക്കണക്കിന് നരകങ്ങൾ കാണും ഇതിന്റെ സ്വഭാവങ്ങൾ അനുസരിച്ച്. അന്ന് അത്രയും നരകങ്ങൾ മതിയായിരുന്നു. ഇപ്പൊ അത് പോരാ, പുതിയ പുതിയ പാപകർമ്മങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ പാപമാണെങ്കിൽ ആ നരകാദി ലോകങ്ങൾ അനുഭവിച്ചിട്ട് നമ്മൾ തിരിച്ച് ഇവിടെ വന്നിട്ട് നീചമായിരിക്കുന്ന യോനികളിൽ ജനിച്ച് നമ്മൾ ആ നികൃഷ്ട ജീവിതത്തെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ പുണ്യവും പാപവുമാണ് നമ്മളെ ഇഹലോകത്തിൽ നിന്ന് മരണാനന്തരം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഫോഴ്സ് തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വരുവാൻ ഒരല്പം പുണ്യവും പാപവും അവശേഷിച്ചിട്ടുണ്ടാവും. അതിനാണ് അനുശയം എന്ന് പറയും. ഇവിടുന്ന് അങ്ങോട്ട് പോകുവാൻ ഒരു ഫോഴ്സ് വേണമെങ്കിൽ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വരുവാനും ഒരു ചെറിയ ഫോഴ്സ് വേണം. അതിനാണ് അനുശയം എന്ന് പറയും. എന്താണ് അനുശയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പാത്രത്തിൽ എണ്ണ എടുത്തിട്ട് ആ എണ്ണ നമ്മൾ പൂർണ്ണമായും ഉപയോഗിച്ചു കഴിഞ്ഞാലും എണ്ണ ഇരുന്ന പാത്രമാണ് എന്നറിയുവാൻ അതിലൊരു ചെറിയ എണ്ണമയം ഉണ്ടാകും ആ പാത്രത്തിൽ. അതുപോലെ ഇവൻ പുണ്യകർമ്മമാണ് പാപകർമ്മമാണ് മുമ്പ് ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട് ആ സമന്റെ സംസ്കാരത്തോടും വാസനയോടും ചേർന്നിരിക്കുന്നതായ പൂർവകർമ്മങ്ങളുടെ നേരിയ ഒരു വാസനയൊക്കെയാണ് അനുശയം എന്ന് പറയുന്നത്. അങ്ങനെ ഈ സ്വർഗ കാമനയ്ക്കും പിതൃലോക കാമനയ്ക്കും എല്ലാം ഉപരിയായിട്ടിരിക്കുന്ന ആ കർമ്മസ്വരൂപനും പിതൃദേവതാ സ്വരൂപനുമായിരിക്കുന്നത് ആ ശ്രീഹരി ഭഗവാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നമസ്കാരം. പിന്നെ ഭക്തജനങ്ങളുടെ ആഗ്രഹങ്ങളെയെല്ലാം സാധിക്കുവാൻ ഭഗവാനെ തുല്യമായിട്ട് മറ്റൊരു ദേവനില്ല. അതുകൊണ്ട് സകലവിധമായിരിക്കുന്ന ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കുന്നതായ ആശിഷാമീശ, ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നവൻ, അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ഭഗവാന്, സർവജ്ഞനായിരിക്കുന്ന ആ ഭഗവാന് നമസ്കാരം എന്ന് പറയും. പിന്നെ പറയുകയാണ്, അധർമ്മകർമ്മങ്ങളുടെ എല്ലാം അന്തകനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. സർവദേവന്മാരുടെയും ഈശ്വരനായിരിക്കുന്ന ഭഗവാന്, സർവാഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്നതായിരിക്കുന്ന ഭഗവാന്, സർവശക്തനും സർവജ്ഞനും സർവാന്തര്യാമിയുമായിരിക്കുന്ന ഭഗവാന്, അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ഭഗവാന് നമസ്കാരം എന്ന് പറയുകയാണ്. ഇങ്ങനെ ബഹുവിധത്തിൽ ഭഗവാൻ ശ്രീഹരിയുടെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങളെ വർണ്ണിച്ചതിന് ശേഷം രുദ്രഭഗവാൻ ശാസ്ത്രങ്ങളെ എടുത്തുകൊണ്ട് ആ ശാസ്ത്രങ്ങളിലൊക്കെ പറയപ്പെടുന്ന ഏറ്റവും പരമമായിരിക്കുന്ന സ്ഥാനം ഭഗവാനാണ് എന്ന് പറയുകയാണ്. അതിൽ ആദ്യമായിട്ട് എടുത്തുകൊണ്ട് സിദ്ധന്മാരെ എടുക്കുകയാണ്. സിദ്ധാനാം കപിലോ മുനി എന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്ന അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ സിദ്ധന്മാരുടെ കൂട്ടത്തിൽ കപിലമുനി ആയിരിക്കുന്ന ഭഗവാന് നമസ്കാരം എന്നാണ് പറയുന്നത്. സിദ്ധി എന്ന് പറയുന്നത് സാധനയിൽ ഭക്തന് കിട്ടുന്നതായിരിക്കുന്ന ഒരവസ്ഥയാണ്. ഏതൊരു സാധകനും ഒരു ഗുരുപദേശം കൊണ്ട് കൃത്യമായിരിക്കുന്ന അനുഷ്ഠാന ചര്യയിലൂടെ സിദ്ധിയെ ആർജിക്കുവാൻ സാധിക്കും. അങ്ങനെ സിദ്ധിയെ ആർജിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന സിദ്ധി ആത്മജ്ഞാനത്തിന് തടസ്സമാണെന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. ആത്മസാക്ഷാത്കാരത്തിന്റെ സാധനയിൽ സിദ്ധി നമുക്ക് തടസ്സമായി തീരും. അതുകൊണ്ട് സിദ്ധിയെ വിട്ടുകളയണമെന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. പലരും സിദ്ധിയിൽ ഭ്രമിച്ചു പോകുന്നവരാണ് സാധകന്മാർ. സിദ്ധി കിട്ടിക്കഴിഞ്ഞാൽ പലതും കാണിക്കാം, അപ്പോൾ ആള് കൂടും, ജനം കൂടും, പേരും പ്രശസ്തിയും ഉണ്ടാവും. പക്ഷേ ആത്മീയ പാതയിൽ നിന്ന് നാം വഴിമാറിപ്പോകും. അങ്ങനെ സിദ്ധന്മാരിൽ ഏറ്റവും കരുതപ്പെടുന്നതായ കപിലമുനിയും അങ്ങ് തന്നെയാണ്. പിന്നെ കപിലമുനിയുടെ ആ സാഖ്യ ദർശനത്തെ പറ്റി വിസ്തരിച്ച് പ്രതിപാദിക്കുകയാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ പ്രകൃതി പുരുഷ ഭേദങ്ങളിലൂടെ
പുരുഷന്റെ നിവൃത്തിക്കും പ്രവൃത്തിക്കുമെല്ലാം കാരണം പ്രകൃതിയാണ് എന്ന് വർണ്ണിക്കുന്ന ആ സാംഖ്യ ദർശനത്തിലൂടെ ആ സാംഖ്യ ദർശനത്തെ പ്രചരിപ്പിച്ച ഭഗവാന് അവിടുന്നാണ് എന്ന് പറയുകയാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം ഭഗവാന്റെ ആ സ്വരൂപത്തെയാണ് കാട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ സാമാന്യമായിട്ട് നമുക്കറിയുന്നതായിരിക്കുന്ന ആ ഭഗവാനെ, വൈകുണ്ഠനാഥനായിരിക്കുന്ന ആ ഭഗവാന്റെ ആ സഗുണത്തിലുള്ളതായിരിക്കുന്ന ആ കാമിത സ്വരൂപത്തെ വർണ്ണിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആ സഗുണപരമായിരിക്കുന്ന ഭഗവാന്റെ വർണ്ണനകളാണ് 45 മുതൽ 52 വരെയുള്ള 8 ശ്ലോകങ്ങളിലൂടെ പീതാംബരം ധരിച്ചുകൊണ്ടും ശ്യാമവർണ്ണനായിക്കൊണ്ടും ചതുർഭുജനായിക്കൊണ്ടും ആ പത്മനാഭനായിക്കൊണ്ടും വിധങ്ങളായിരിക്കുന്ന വസ്ത്രങ്ങളും ആടയാഭരണങ്ങളും കുണ്ടലങ്ങളും എല്ലാം ധരിച്ചുകൊണ്ട് ആ ഭക്തന്മാരുടെ സഗുണോപാസനയിൽ ഭഗവാൻ എങ്ങനെയായിരിക്കുമെന്ന് സവിസ്തരം പ്രതിപാദിക്കുകയാണ്. അങ്ങനെ ആ സഗുണോപാസനയിലൂടെ ഭഗവാനെ മനോഹരമായി വർണ്ണിച്ചതിന് ശേഷം നിർഗുണോപാസനയിൽ ഭഗവാൻ എങ്ങനെയായിരിക്കും എന്ന് വിസ്തരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും അന്തര്യാമിയായിട്ട് വാക്കുകൾക്കും ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തു നിൽക്കുന്ന അനുഭവവേദ്യമായിരിക്കുന്നതായ അറിവായിരിക്കുന്നതായ ഭഗവാന്റെ ആ സ്വരൂപത്തെ വിസ്തരിച്ച് വർണ്ണിക്കുകയാണ്. അങ്ങനെ വർണ്ണിച്ചതിന് ശേഷം പറയാണ്, ഭഗവാനെ അങ്ങയുടെ ഈ രൂപവും കാട്ടിത്തരയണമേ. ഭക്തന്മാർ സാധാരണ അവർക്ക് നിർഗുണം, നിരാകാരം, സച്ചിദാനന്ദം, പരബ്രഹ്മം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മനസ്സ് ഇരിക്കുകയില്ല. സാധനയുടെ പ്രാരംഭത്തിൽ ഭക്തനെ എവിടെയെങ്കിലും മനസ്സിനെ തറപ്പിച്ചു നിർത്തുവാൻ ഒരു ഉപാധി വേണം. ബാഹ്യമായിരിക്കുന്ന വിഷയങ്ങളിലേക്ക് അനുസ്യൂതം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നതായ ഇന്ദ്രിയങ്ങളെ ആ ബാഹ്യേന്ദ്രിയങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കിക്കൊണ്ട് ആത്മാവിലേക്ക് അന്തർമുഖമാക്കുവാൻ ഒരു ഉപാധി ആദ്യം ഭക്തന്മാർക്ക് ആവശ്യമാണ്. അതിനാണ് ഭഗവത് സ്വരൂപത്തെ സഗുണമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. ആ സഗുണമായിരിക്കുന്ന ഭഗവാന്റെ രൂപത്തിന്റെ ദർശനം കൊണ്ട് തന്നെ സകലവിധമായിരിക്കുന്ന കലികൽമഷങ്ങളും ഒഴിഞ്ഞ് മനസ്സ് ശുദ്ധമായി തീരുമെന്നും ശുദ്ധമായിരിക്കുന്ന മനസ്സുകൊണ്ട് മാത്രമേ ശുദ്ധമായിരിക്കുന്ന സാധന ചെയ്യുവാൻ പറ്റത്തുള്ളെന്നും സാധന ശുദ്ധമായെങ്കിൽ മാത്രമേ പരമമായിരിക്കുന്ന ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് പറയുകയാണ്, ആ സഗുണ ഉപാസനയുടെ ഫലം എന്താണ് എന്ന് പറയുകയാണ്. സഗുണോപാസന കൊണ്ട് ഭഗവാനെ ആ സഗുണമായിരിക്കുന്ന രൂപത്തില് നമുക്ക് കാണുവാൻ സാധിക്കും. നിർഗുണമായിരിക്കുന്ന ഉപാസന കൊണ്ട് ഭഗവാന്റെ ആ തത്വത്തെ നമുക്ക് അറിയുവാൻ പറ്റും. ഭഗവാന്റെ ആ ആനന്ദാനുഭവത്തെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. സഗുണോപാസനയെ ഇവിടെ തള്ളിപ്പറയുന്നില്ല. സാധകന്റെ പ്രാരംഭ ദിശയിൽ സഗുണോപാസനയുടെ ആവശ്യകതയെ ഈ ശ്ലോകം വ്യക്തമാക്കും. അതോടൊപ്പം തന്നെ ഭക്തന്മാരെ രണ്ടായി പിരിച്ചുകൊണ്ട് 54-ാമത്തെ ശ്ലോകത്തില് സകാമ ഭക്തന്മാരെന്നും നിഷ്കാമ ഭക്തന്മാരെന്നും 2 രീതിയിൽ പറയും. സകാമ ഭക്തന്മാർക്ക് ഭഗവാനോട് പറയുവാൻ വേണ്ടിയിട്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ഭഗവാനോട് കാമിയായിട്ട് പ്രാർത്ഥിക്കുകയാണ്, സമീപിക്കുകയാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് ആ സ്വർഗത്തിൽ വെച്ചുള്ള ഭഗവാന്റെ ദർശനമാണ്. അങ്ങനെ ഭക്തന്മാര് കാമിതമായിരിക്കുന്ന സാധനയിലൂടെ സ്വർഗാദി ഫലത്തെ അനുഭവിക്കുമ്പോഴും അങ്ങനെ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിലും ഭഗവാനെ കാണണമേ എന്ന് സ്വർഗത്തിലിരിക്കുന്ന ദേവന്മാർ പോലും ആഗ്രഹിക്കുന്നു. അതാണ് ശ്രേഷ്ഠമെന്നാണ്. സ്വർഗത്തിലിരിക്കുന്നതായ നിത്യം വസിക്കുന്നതായ ദേവന്മാര് പോലും ഭഗവാനെ ദർശിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നിഷ്കാമ ഭക്തന്മാർക്കോ
യാതൊരു വിധമായിരിക്കുന്ന കാമനകളുമില്ല. അവർ യാതൊന്നും പ്രാർത്ഥിക്കുന്നില്ല. ഒറ്റയൊരു ചിന്ത മാത്രമേ ഉള്ളൂ, ഭഗവത് ദർശനം, മറ്റൊന്നും വേണ്ട. ഏകാന്ത ഭക്തിയ കോ വാഞ്ചേത് പാദമൂലം വിനാ ബഹി. ആ ഏകാന്ത ഭക്തിയുള്ളവർക്ക്, നിഷ്കാമ ഭക്തിയുള്ളവർക്ക് മറ്റൊന്നിലും കോ വാഞ്ച്, മറ്റൊന്നും അവര് ആഗ്രഹിക്കുന്നില്ല എന്ന്. എന്നിട്ട് പറയാണ്, നാം ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന സ്വർഗാദി ലോകങ്ങൾ പോലും അനിത്യമാണ്. ആ സ്വർഗത്തിലും ശാശ്വതമായിട്ട് നമുക്ക് വസിക്കുവാൻ കഴിയുകയില്ല എന്നതുകൊണ്ട് സ്വർഗഫലത്തെ നിഷ്കാമ ഭക്തൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ അവൻ അല്പം ആഗ്രഹിക്കുവാൻ അർഹതയുള്ളത് ഒന്ന് മാത്രമാണ്. അതെന്താണ്? ഭക്തജന സംസർഗം. പിന്നെ ഭക്തജന സംസർഗത്തിന്റെ ഫലം പറയുകയാണ്, സ്വർഗത്തെ കഴിഞ്ഞും ശ്രേഷ്ഠമാണ് ആ ഭക്തജന സംസർഗം. സജ്ജനങ്ങൾ ഒന്നിച്ചിരുന്നു കൊണ്ട് ആ ഭഗവത് കഥകളെ പറയുകയും കേൾക്കുകയും വിചാരം ചെയ്യുകയും ആ ഭഗവത് സാധനയിൽ വ്യാപൃതരായിട്ടുള്ളവരുമായിട്ട് സംസർഗത്തിൽ ഉണ്ടാകുന്നതിലും ഒട്ടും ശ്രേയസ്കരമല്ല സ്വർഗം. സ്വർഗസുഖാനുഭവം പോലും അതിലും താഴെയാണ് എന്ന് പറയുക. അപ്പൊ ആ ഭക്തജന സംസർഗത്തിന്റെ മാഹാത്മ്യത്തെയാണ് വിസ്തരേണ പ്രതിപാദിക്കുന്നത്. അങ്ങനെ ആ ഭക്തജന സംസർഗം കൊണ്ട് നമുക്ക് എന്തു ചേരും? നാം അറിയാതെ തന്നെ നമ്മുടെ പാപങ്ങളെല്ലാം പോകും. അറിയുന്നില്ല, ഭക്തന്മാരുമായിട്ട് സംസർഗത്തിലുണ്ടായി ആ കഥകൾ കേൾക്കുകയും സ്മരിക്കുകയും വിചാരം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഭജിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ദുഷിച്ച വാസനകളും സംസ്കാരങ്ങളും എല്ലാം പോകുന്നത്? എങ്ങനെയാണ് നമ്മുടെ പൂർവകൃതമായിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് സൂക്ഷ്മാംശമായിട്ട് നമുക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ആ ദോഷങ്ങളെല്ലാം പോകുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല എന്നാണ്. അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു ബലപ്രയോഗത്തിലുള്ള അനുഷ്ഠാനം നമുക്ക് ആവശ്യമില്ല. ഇപ്പൊ യോഗ സാധനകളൊക്കെ ചെയ്യുമ്പോൾ നടുവൊക്കെ കുമ്പളങ്ങ പോലെയൊക്കെ നിവർത്തിയിരിക്കണം, കണ്ണ് മൂക്ക് ഇതെല്ലാം ശ്രദ്ധിക്കണം, പ്രാണായാമം വേണം, അങ്ങനെ വലിയ വലിയ സാധനകള് കാര്യങ്ങള്. ഹോമങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനാവശ്യമായിരിക്കുന്ന ആചാര്യന്മാര്, ഹോമകുണ്ടങ്ങള്, ദ്രവ്യങ്ങള്, അതിൻ്റെ ഉചിതമായിരിക്കുന്ന മുഹൂർത്തങ്ങള്, കാലങ്ങള്, അവയുടെയൊക്കെ പൂർവകർമ്മങ്ങള്, തത്കാലങ്ങള്, തദനന്തരങ്ങളായിരിക്കുന്ന കർമ്മങ്ങള്, ഇതൊക്കെ നോക്കണം. അതിനൊക്കെ കാലവും ദേശവും അധികാരവും ദ്രവ്യങ്ങളും സമ്പത്തുകളും ഒക്കെ വേണം. എന്നാൽ ഭക്തജന സംസർഗം കൊണ്ട് നമ്മുടെ കൽമഷങ്ങളൊക്കെ മാറുന്നതും നമ്മൾ ശുദ്ധ അന്ധകരണന്മാരായി തീരുന്നതും നമ്മൾ അറിയുന്നുണ്ടോ? അറിയുന്നില്ല. അറിയാതെ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് രുദ്രഭഗവാൻ വിശേഷമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഭക്തജന സംസർഗം സ്വർഗത്തെക്കാൾ കാംക്ഷിക്കത്തതാണ് എന്ന് പറയാം. അപ്പോൾ സ്വർഗത്തെ കാമിച്ചില്ലെങ്കിലും ഭക്തജന സംസർഗത്തെ കാക്ഷിക്കാം, അതിൽ തെറ്റില്ല എന്ന് മീമാംസാ ശാസ്ത്രത്തിലെ സ്വർഗകാമോ യജേത, ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് മരണാനന്തരമായിരിക്കുന്ന സ്വർഗപ്രാപ്തിയാണ് എന്നുള്ളതായ മീമാംസാ ശാസ്ത്രത്തിന്റെ സിദ്ധാന്തത്തിന് മുകളിൽ കയറി സ്വർഗത്തെ കഴിഞ്ഞും ശ്രേഷ്ഠം ഭക്തജന സംസർഗമാണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ സ്ഥാപിക്കുക. പിന്നെ ഭഗവാന്റെ ആ ആത്മസ്വരൂപത്തെ നിർണയിക്കുകയാണ്. നേരത്തെ സൂക്ഷ്മമായിട്ടുള്ള ഭഗവാന്റെ ആ ചതുർബാഹുക്കളോടും പീതാംബരധാരിയായിട്ടും ശ്യാമവർണ്ണനായിട്ടും ആടയാഭരണങ്ങളോടുകൂടിയും എല്ലാം വർണ്ണിച്ചു കഴിഞ്ഞു. ഭക്തന്മാരുടെ മനസ്സിനെ ആ സ്വരൂപത്തില് സഗുണത്തിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിലെല്ലാം വ്യതിരിക്തനായിരിക്കുന്ന ഭഗവാന്റെ ആത്മസ്വരൂപത്തെ, ശുദ്ധമായിരിക്കുന്ന അദ്വൈത വേദാന്ത ദർശനത്തെ പറയുക. എല്ലാത്തിൻ്റെ ഉള്ളിൽ സർവാന്തര്യാമിയായിരിക്കുന്ന പരമമായിരിക്കുന്ന ആത്മചൈതന്യം, ഈ പ്രപഞ്ചത്തിലെ സകലതും എന്തിൽ നിന്നാണോ ഉണ്ടായത്, യാതൊന്നിനാലാണോ നിലനിൽക്കുന്നത്, യാതൊന്നിനാലാണോ അല്ലെങ്കിൽ യാതൊന്നിലേക്ക് ആണോ
നിലീനമായി പോകുന്നത് അതെന്താണോ അതാണ് ഭഗവാന്റെ ആ നിർഗുണമായിരിക്കുന്ന സ്വരൂപം എന്ന് പറയും. ഉപനിഷത്തിൽ ആ ബ്രഹ്മസ്വരൂപത്തെ വർണ്ണിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ, യാതൊന്നിൽ നിന്നാണോ ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രേത്യവിശം വിദന്തി തത് വിജിജ്ഞാസ്വ തത് ബ്രഹ്മേതി സബ്രഹ്മ. അതേ ആ ഉപനിഷത്ത് വാക്യങ്ങളുടെ സമാനത്വം ഇവിടെ ആ ഭഗവാന്റെ ആ ആത്മസ്വരൂപ വർണ്ണനത്തില് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതിനെ ഈ ആത്മാവിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ഈ 3 ഭാവത്തെയാണ് സഗുണമായിട്ട് സൃഷ്ടി സ്വരൂപനായിരിക്കുന്ന ബ്രഹ്മാവായിട്ടും സ്ഥിതി സ്വരൂപനായിരിക്കുന്ന വിഷ്ണുവായിട്ടും സംഹാര സ്വരൂപനായിരിക്കുന്ന ശിവനായിട്ടും കൽപ്പിച്ചിരിക്കുന്നത് മറ്റൊന്നല്ല എന്നുള്ള ത്രിമൂർത്തി സങ്കല്പത്തെ ഇവിടെ രുദ്രഭഗവാൻ അങ്ങനെ വർണ്ണിക്കുക. ബാക്കി ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം തന്നെ ആ ആത്മാവിൻ്റെ ആ മായാബന്ധിതമായിട്ട് ഉള്ളതാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് ഈ സൃഷ്ടിക്രമത്തെ മുഴുവൻ പറയുകയാണ്. സാഖ്യദർശനത്തിലും വേദാന്ത ദർശനത്തിലും എല്ലാം പറയുന്നതായിരിക്കുന്ന ആ സൃഷ്ടിക്രമത്തെ പറയുകയാണ്. ആത്മാവ് മാത്രമേ ആദിയിൽ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊന്നുമില്ലായിരുന്നു. ആ ആത്മാവ് നിത്യവും ശാശ്വതവും വികാരരഹിതവും നിർഗുണവും ആയിരുന്നു. അത് തന്നെ ഇച്ഛിക്കുകയാണ് ഈ ലോകമുണ്ടാകട്ടെ എന്ന്. സ ഐഷ്യത, അവൻ തന്നെ ഇച്ഛിച്ചു. ബ്രഹ്മസൂത്രത്തിൽ ഈക്ഷത്യധികരണം എന്നും പറഞ്ഞൊരു അധികരണം അതിൽ പറയുന്നുണ്ട്, ആത്മാവ് തന്നെയാണ് ഇച്ഛിക്കുന്നത് പലതായി തീരട്ടെ എന്ന്. അതിനു ആ മായാശക്തിയുടെ ഉപാധിയോടുകൂടി സത്വം രജസ് തമസ് എന്നുള്ളതായ 3 ഉപാധികളോടുകൂടിയ ആ മായാശക്തിയോട് കൂടിയിട്ട് ആ പ്രപഞ്ച സൃഷ്ടിക്കുള്ള വിചാരം ആത്മാവിൽ നിന്ന് ഉണ്ടായി. അങ്ങനെ ആ മായാശക്തി ഉപാഗതമായിക്കൊണ്ട് മഹത്തത്വമുണ്ടായി. അതിൽ നിന്ന് പിന്നീട് അഹങ്കാരതത്വമുണ്ടായി. അഹങ്കാരതത്വത്തിൽ നിന്ന് ആകാശമുണ്ടായി. ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഭൂമി. പിന്നെ ക്രമത്തിൽ ദേവന്മാര്, ഋഷിമാര്, പ്രാണികള്, ലോകങ്ങൾ ഇങ്ങനെയെല്ലാം ഉണ്ടായി എന്നുള്ള വലിയ ആ പ്രപഞ്ച സൃഷ്ടിക്രമത്തെ പറയുക. ആ വിജ്ഞാന ശക്തിയിൽ നിന്ന് മായാബാധ കൊണ്ട് അജ്ഞാന ആവരണത്തോടുകൂടി അല്ലെങ്കിൽ ആ വിദ്യാസ്വരൂപത്തിൽ നിന്ന് അവിദ്യാസ്വരൂപത്തിലേക്കുള്ള പ്രയാണം ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായി എന്ന് പറയും. അത് സൂക്ഷ്മഭൂതങ്ങള്, പഞ്ചഭൂത തന്മാത്രകള്, സ്ഥൂലഭൂതങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, അവയുടെ വിഷയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, അവയുടെ അനുഭവങ്ങള്, ഇവയെല്ലാം അങ്ങനെ ക്രമത്തിൽ ഉണ്ടായി എന്നുള്ള മഹത്തായ ആ സൃഷ്ടിക്രമത്തെ ലളിതമായ ഒരൊറ്റ ശ്ലോകത്തിലൂടെ വർണ്ണിച്ചിരിക്കും. ആകാശാദ് വായു, വായോരഗ്നി, അഗ്നേരാപഹ, അദ്ഭ്യ പൃഥ്വി എന്നുള്ളതല്ല. പിന്നെ ആ സൂക്ഷ്മഭൂതങ്ങളെല്ലാം നിങ്ങൾക്കറിയാം, പഞ്ചീകരണ പ്രക്രിയയിലൂടെ ആ സ്ഥൂലഭൂതങ്ങളായി തീർന്നതും ആ കാര്യങ്ങളെയെല്ലാം ഇവിടെ വിസ്തരിച്ചിരിക്കുകയാണ്. പിന്നെ ആ ജീവന്മാരുണ്ടായപ്പോൾ ആ ജീവന്മാരുടെ ജീവഭേദങ്ങളെയാണ് വർണ്ണിക്കുന്നത്. 4 തരത്തിലുള്ള ശരീരികൾ ഉണ്ടെന്നാണ്. അണ്ഡജം, ഉദ്ഭിജം, സ്വേദജം, ജരായുജം എന്ന് 4 തരം ശരീരങ്ങളാണുള്ളത്. അണ്ഡജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട പിളർന്ന് ഉണ്ടാകുന്നവയെ അണ്ഡജങ്ങൾ എന്ന് പറയുന്നു. കോഴി, പല്ലി, താറാവ് ഇവയൊക്കെ അണ്ഡജങ്ങളാണ്. ഉദ്ഭിജങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി പിളർന്ന് മുകളിലേക്ക് ഉണ്ടാകുന്നവയെ ഉദ്ഭിജങ്ങൾ എന്ന് പറയുന്നു. വൃക്ഷങ്ങള്, ചെടികള്, പയറുവർഗ്ഗങ്ങളൊക്കെ ഉദ്ഭിജ ശരീരികളാണ്. സ്വേദജങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന്
രക്തത്തോടും മാംസത്തോടും അത് നാഡീ ഞരമ്പുകളോടും എല്ലാം കൂടി ഉണ്ടാകുന്നവയാണ് ജരായുജങ്ങൾ. സ്വേദജങ്ങൾ എന്ന് പറയുമ്പോൾ വിയർപ്പിൽ നിന്നുണ്ടാകുന്നവയാണ്. പേന്, ഈര്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചൂടിൽ നിന്നും വിയർപ്പിൽ നിന്നും ഉണ്ടാകുന്നവയാണ് സ്വേദജങ്ങൾ. മാതൃശരീരത്തിൽ നിന്ന് അതേ സ്വരൂപത്തിൽ ഗർഭപാത്രത്തിൽ നിന്നുണ്ടാകുന്ന ജരായുജങ്ങൾ മനുഷ്യൻ, പശു, പട്ടി, പോത്ത്, കഴുത എല്ലാം ആ രീതിയിൽ ഒരേ ഗണത്തിൽപ്പെടുന്നു. ഈ അണ്ടജങ്ങൾ, ഉദ്ഭിജങ്ങൾ, സ്വേദജങ്ങളും ജരായുജങ്ങളുമായിരിക്കുന്ന 4 തരം ശരീരികളെ വർണ്ണിക്കുകയാണ്. എന്നിട്ട് ആ ജീവന്റെയും ഈശ്വരന്റെയും ഭേദത്തെ വർണ്ണിക്കുകയാണ്. അവിദ്യ, വിദ്യ, ഈ ഭേദങ്ങളാണ് ജീവേശ്വരന്മാർ തമ്മിലുള്ളത് എന്ന് പറയാം. ആ പരമമായിരിക്കുന്ന ചൈതന്യം മായയെ ഉപാധിഗതനാക്കുമ്പോൾ ഈശ്വരനായിട്ടും അജ്ഞാനത്തെ ഉപാധിയാക്കുമ്പോൾ ജീവനും ആയിത്തീരുന്നു. ഒരേ ഒരു പരമമായിരിക്കുന്ന ചൈതന്യം തന്നെ മായയിൽ പ്രതിബിംബിക്കുമ്പോൾ ജീവനും, മായയിൽ പ്രതിബിംബിക്കുമ്പോൾ ഈശ്വരനും, അജ്ഞാനത്തിൽ പ്രതിബിംബിക്കുമ്പോൾ ജീവനുമായി. ഇതാണ് ജീവേശ്വര ഭേദങ്ങൾ. ഈശ്വരൻ സൃഷ്ടി നടത്തുന്നുണ്ട്, ജീവനും സൃഷ്ടി നടത്തുന്നുണ്ട്. ഈശ്വരൻ മരം മുതലായവ വസ്തുക്കളെ സൃഷ്ടിക്കുന്നു. ജീവനാകട്ടെ അതിൽ നിന്ന് മേശ, കസേര തുടങ്ങിയിട്ടുള്ള ഫർണിച്ചറുകൾ സൃഷ്ടിക്കുന്നു. സ്ത്രീയെയും പുരുഷനെയും ഈശ്വരൻ സൃഷ്ടിക്കുന്നു. അവരിൽ നിന്ന് അച്ഛൻ, അമ്മ, ഭാര്യ, സഹോദരി, കാമുകൻ, കാമുകി തുടങ്ങിയവയെ ജീവൻ സൃഷ്ടിക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും ഭേദങ്ങള് ആ വിദ്യയും അവിദ്യയുമാണ്. അങ്ങനെ ആ ജീവേശ്വര ഭേദങ്ങളെ പറയുകയാണ്. പിന്നെ പറയുകയാണ്, ഇതിൽ ഈശ്വരൻ നിത്യമുക്തനാണ്. എന്നാൽ ജീവനാകട്ടെ നിത്യമുക്തനാകുവാൻ കഴിയും. കർമ്മത്തിൻ്റെയും വിഷയങ്ങളുടെയും വാസനകളുടെയും സംസ്കാരത്തിൻ്റെയും ബാധ ഏറ്റുകൊണ്ട് ജീവൻ ബദ്ധനായി കഴിയുന്നു. നിത്യബദ്ധനല്ല ജീവൻ. മുക്തിക്ക് അവകാശമുണ്ട്. കേവലമായിരിക്കുന്ന ജീവന്റെ തലത്തിൽ നിന്ന് ഈശ്വരന്റെ തലത്തിലേക്കും ആ മായ ഉപാധികളൊന്നുമില്ലാതെ തന്നെ പരമമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ ആനന്ദ വിശേഷത്തിലേക്കുമുള്ള പ്രയാണത്തിനാണ് സകല സാധനകളും സകല ശാസ്ത്രങ്ങളും നിലനിൽക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങളെയെല്ലാം വിസ്തരിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ വിസ്തരിച്ച് കൊടുത്തിട്ട് പറയുകയാണ്, ഇങ്ങനെയെല്ലാം ഉള്ളതായിരിക്കുന്ന ആ ഭഗവാനെ ഈ ഓരോ ഭാവത്തിലും പറഞ്ഞിട്ട് അതെല്ലാം ഭഗവാനെ നീയാകുന്നു നീയാകുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭഗവാന്റെ ഈ സഗുണവും നിർഗുണവും സകാമവും നിഷ്കാമവും ഇന്ദ്രിയ വ്യതിരിക്തവും സ്ഥൂല സൂക്ഷ്മഭാവങ്ങളിലും വിഭൂതി തലങ്ങളിലുമെല്ലാം ഇരിക്കുന്നതായ ആ ഏകനായിരിക്കുന്ന ഒരു പരബ്രഹ്മസ്വരൂപത്തെ നിങ്ങൾ മനസ്സാ വിചാരിച്ച് ധ്യാനിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ ജീവന്മാരും യത്നിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ ആ രുദ്രഗീതയെ അങ്ങനെ സമാപിപ്പിക്കുകയാണ്. പിന്നെ തുടർന്നുള്ളതായ ഭാഗവതത്തിൻ്റെ 5 അധ്യായങ്ങളിൽ പ്രാചീന ബർഹിസിന്റെ മുക്തിയെയാണ് വർണ്ണിക്കുന്നത്. അതിനുശേഷം വരുന്ന 30, 31 അധ്യായങ്ങളും കൂടെ ഈ സഭയിൽ പരാമർശിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഈ പ്രാചീന ബർഹിസിന്റെ മുക്തിയെ വർണ്ണിച്ചതിന് ശേഷം 30-ാം അധ്യായത്തിൽ പറയുകയാണ്, പ്രചേതസ്സുകൾക്ക് പിന്നെ എന്താണ് സംഭവിച്ചത്. ആ രുദ്രഗീത കേട്ടതായിരിക്കുന്ന പ്രചേതസ്സുകള് ആ രുദ്രഭഗവാന്റെ നിർദ്ദേശപ്രകാരം അതേപോലെ സമുദ്രത്തിൽ പോയിട്ട് തപസ് ചെയ്തു. ആ തപസ് കൊണ്ട് ശ്രീഹരി ഭഗവാൻ പ്രീതനായെങ്കിലും ആ ഭക്തന്മാരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 10,000 വർഷം പ്രത്യക്ഷനായില്ലെന്നാണ് പറയുന്നത്.
പ്രത്യക്ഷപ്പെടുവാനുള്ള യോഗ്യനായി, എങ്കിലും ഭഗവാൻ മാറി നിന്ന് കാണുകയാണ്. നമ്മൾ ഒരു നേരം പ്രാർത്ഥിച്ചിട്ട് പ്രത്യക്ഷനായില്ലെങ്കിൽ നമ്മൾ ആ ദേവനെ വിട്ടിട്ട് വേറൊരു ദേവന്റെ അടുത്തു, ആ സ്വാമിയെ വിട്ടിട്ട് വേറൊരു സ്വാമിയെ കാണും, ആ ആശ്രമം വിട്ടിട്ട് വേറൊരു ആശ്രമം പോകും, ആ ക്ഷേത്രം വിട്ടിട്ട് വേറൊരു ക്ഷേത്രത്തിൽ പോകും. നമ്മൾ ഉറച്ചു നിൽക്കുന്നില്ല. അപ്പൊ ഭഗവാൻ 10,000 വർഷം കാത്തു നിൽക്കുകയാണ്. തന്നിലുള്ളതായിരിക്കുന്ന ആ തൻ്റെ സ്വരൂപത്തിലുള്ളതായിരിക്കുന്ന മനസ്സിനെ ഇവർ ഏകാഗ്രമാക്കിയിരിക്കുന്നതിൽ നിന്ന് വ്യതിചലനം ഉണ്ടാകുന്നുണ്ടോ എന്ന്. ഒരു വ്യതിചലനം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഭഗവാൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നു. ആ 13 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ ഉപദേശിക്കുമ്പോൾ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പൊ ഇതാ ഭഗവാൻ ഉപദേശം കൊടുക്കുകയാണ്. ആ ഗുരുപദേശത്തിന്റെ മറ്റൊരു തലമാണ് ഇവിടെ പ്രത്യക്ഷമായിട്ട് വരുന്നത്. എങ്ങനെയൊക്കെയാണ് ശരിയായിട്ട് സാധനകൾ അനുഷ്ഠിക്കേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം അവരോട് പറയുകയാണ്, ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണം. ശിവഭഗവാന്റെ കയ്യിൽ നിന്ന് ആത്മതത്വത്തെ അറിഞ്ഞ ബ്രഹ്മചാരിമാരായിരിക്കുന്ന അവരോട് ഗൃഹസ്ഥാശ്രമത്തിലേക്കുള്ള പ്രവേശനത്തെയാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. പറയാണ്, ഗൃഹസ്ഥാശ്രമത്തെ വർണ്ണിക്കുകയാണ്. കുണ്ടുമഹർഷിയുടെ തപസ്സിനെ ദേവേന്ദ്രൻ ഇളക്കുന്നതിന് വേണ്ടി പ്രക്ലോജ എന്ന് പറയുന്നതായ ഒരു ദേവിയെ അയക്കുകയും അവളിൽ മഹർഷിക്ക് ഒരു മാരിഷ എന്ന് പറയുന്ന ഒരു കന്യകയുണ്ടായിട്ടുണ്ടെന്നും വൃക്ഷങ്ങൾ അവളെ വളർത്തുകയാണ് എന്നും അവളെ നിങ്ങൾ വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമം നടത്തണമെന്നുമാണ് പറയുന്നത്. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിന്റെ മാഹാത്മ്യത്തെയും അതോടൊപ്പം തന്നെ എങ്ങനെയായിരിക്കണം യഥാർത്ഥമായിരിക്കുന്ന ഗൃഹസ്ഥാശ്രമ ധർമ്മമെന്നും പറയുന്നു. ഗൃഹങ്ങളിലെ ധർമ്മങ്ങൾ ബാധിക്കാതെ വേണം ഗൃഹസ്ഥാശ്രമം നടത്തുവാൻ എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാനിലുള്ളതായിരിക്കുന്ന ധർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് വേണം ഗൃഹസ്ഥാശ്രമം നടത്തുവാൻ എന്ന് പറയുന്നു. അങ്ങനെ ഗൃഹസ്ഥാശ്രമം നടത്തുമ്പോൾ അതൊരു തരത്തിലും നിങ്ങൾക്ക് ബാധയാകത്തില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ആ പ്രചേതസ്സുകൾ ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാൻ അപ്രത്യക്ഷനായതിനു ശേഷം പ്രചേതസ്സുകൾ ആ സമുദ്രത്തിന് പുറത്തു വന്ന് നോക്കിയപ്പോൾ കണ്ടത് ഭൂമി മുഴുവൻ വൃക്ഷങ്ങളായിട്ടിരിക്കുക. ഇപ്പോൾ അവരുടെ പരമ്പരയിലുള്ളവർ അധികമില്ല. അവരൊക്കെ സന്യാസിമാരായി തീർന്നു. അവരുടെ പിതാവൊക്കെ സന്യാസിയായി തീർന്നു. രാജ്യമെല്ലാം കാട് പിടിച്ചു കിടക്കുന്നുവെന്നാണ്. അപ്പോൾ പ്രാചീന ബർഹിസ് സന്യസിച്ച കാലമാണ്. അതുകൊണ്ട് രാജ്യത്ത് ഇപ്പോൾ വൃക്ഷങ്ങൾ വളർന്നു കിടക്കുകയാണ്. പെട്ടെന്ന് പ്രചേതസ്സുകൾക്ക് കോപം വന്നു. പലപ്പോഴും സ്വാമിമാരൊക്കെ കോപിക്കുമ്പോൾ ഭക്തന്മാർ ആളുകൾ ചോദിക്കാറുണ്ട്, സ്വാമിമാർ കോപിക്കാം. അപ്പൊ രുദ്രഭഗവാനിൽ നിന്ന് ഉപദേശം കിട്ടി, ഭഗവത് ദർശനമുണ്ടായി, ഭഗവാന്റെ ഉപദേശവും കിട്ടി. എല്ലാവിധമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും മനസ്സും അന്തരംഗങ്ങളും എല്ലാം അടങ്ങി ശാന്തനും ധാന്തന്മാരുമായിരിക്കുന്ന ആളുകള് സമുദ്രത്തിന് പുറത്ത് വന്നപ്പോൾ കോപിച്ച് ചാടിക്കളഞ്ഞു. അങ്ങനെ കോപിച്ച് ചാടിയിരിക്കുന്നതായ അവര് മുമ്പില് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ഉപദേശങ്ങൾ നൽകിയ ഉപദേശത്തിന്റെ മറ്റൊരു തലം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിനുശേഷം അവര് ആ വൃക്ഷങ്ങൾ കന്യകയെ നൽകി. അവർ ആ മാരിഷിയെ വിവാഹം ചെയ്തു. ആ മാരിഷിയിൽ നിന്ന് ദക്ഷന്റെ അവതാരമുണ്ടായി, പ്രജാപതിയായി എന്നാണ്. ഇതാണ് 30-ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ഇപ്പോഴും അവർക്ക് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞതായിരിക്കുന്ന ആനന്ദം അനുഭവപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ സാക്ഷാത്കാരം ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടില്ല. ഇവിടെ ശിവൻ പ്രത്യക്ഷപ്പെട്ടു, വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു, ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു, സകല ശാസ്ത്രങ്ങളും പറഞ്ഞു, വേദാന്തത്തെ ശാസ്ത്രം പറഞ്ഞു, മീമാംസയെ ഖണ്ഡിച്ചു, സാങ്ക്യത്തെ ഖണ്ഡിച്ചു, യോഗത്തിന്റെ എല്ലാ പരിപാടികളും നടന്നെങ്കിലും
അവർക്ക് ആത്മദർശനമുണ്ടായതായിട്ട് പരമമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിച്ചു എന്ന് പറയുന്നില്ല. അങ്ങനെ ബഹുകാലം കഴിഞ്ഞ് ഇപ്പോൾ പ്രചേതസ്സുകൾക്ക് സംസാര ജീവിതത്തിൽ വിരക്തിയുണ്ടായി. ഇതിനൊരു പ്രധാനമായിരിക്കുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. വേദാന്തമൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയും, ആരാണ് വേദാന്ത ശാസ്ത്രത്തിന് അധികാരി? വിരക്തനാണ്. അതിന് സാധന ചതുഷ്ടയ സമ്പത്തിയൊക്കെ പറയും. നിത്യാനിത്യ വസ്തുവിവേകം, ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗം, ശമാധി ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം. ഇതെല്ലാം ഉണ്ടായ ഒരാൾക്ക് മാത്രമേ വേദാന്ത ശാസ്ത്രം പഠിക്കുവാൻ അധികാരമുണ്ടാകത്തുള്ളൂ. എങ്കിൽ മാത്രമേ ആ വേദാന്ത ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന സാധനയിലൂടെ പൂർണ്ണമായിരിക്കുന്ന ഫലം കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ഗ്രഹം വിട്ട്, അവർക്ക് ആ കുടുംബ സംസാര ജീവിതത്തിൽ വിരക്തിയുണ്ടായി. അവർ ഗ്രഹം വിട്ട് പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയി സമുദ്ര തീരത്തിലെ സിദ്ധസ്ഥാനമായിരിക്കുന്ന സ്ഥലത്ത് പോയി അവർ തപസ് ചെയ്തു. അവർ പ്രാണായാമ ക്രിയകൾ ചെയ്തു, ഇന്ദ്രിയ നിഗ്രഹങ്ങൾ ചെയ്തു, ബ്രഹ്മവിചാരം ചെയ്തു. അതുവരെ പഠിച്ച എല്ലാ ശാസ്ത്രങ്ങളും അവര് മാറി മാറി പ്രയോഗിച്ചു. എപ്പോഴാണോ അവർക്ക് വിഷയ വിരക്തിയും ഇന്ദ്രിയ നിഗ്രഹവും എല്ലാം ഉണ്ടായത്, ആ സമയത്ത് അവിടെ നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവർക്ക് ശുദ്ധമായിരിക്കുന്ന ആധ്യാത്മികത ഉപദേശിക്കുകയും അവരോട് പറയുകയാണ്, സാങ്ക്യത്തിലൂടെ അല്ലെങ്കിൽ മീമാംസയിലൂടെ അല്ലെങ്കിൽ വേദാന്തത്തിലൂടെ നേടുന്നതിനെ കഴിഞ്ഞു എല്ലാം ശ്രേഷ്ഠമായിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ആ ഹരിഭക്തിയിലൂടെ ഉണ്ടാകും. ഹരിഭക്തിയില്ല എങ്കിൽ യോഗം കൊണ്ടോ സാങ്ക്യം കൊണ്ടോ വേദാന്തം കൊണ്ടോ മീമാംസ കൊണ്ടോ യാതൊരു ഫലവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്തി വ്യതിരിക്തമായിരിക്കുന്ന സകല ശാസ്ത്രങ്ങളെയും അനുഷ്ഠാന പദ്ധതികളെയും നിരാകരിക്കുകയില്ല, അതിനെ കഴിഞ്ഞ് ഉത്കൃഷ്ടം ഹരിഭക്തിയാണ് എന്ന് ആ മഹർഷിയിലൂടെ ഈ ശ്ലോകം വ്യക്തമാക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, സന്യാസം കൊണ്ടോ വേദാധ്യായനം കൊണ്ടോ ശ്രേയസ്കരങ്ങളായിരിക്കുന്ന മറ്റ് ശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നാലും നിങ്ങൾക്ക് ഭക്തി ഉണ്ടാകണം എന്ന് പറയുകയാണ്. അങ്ങനെ ദേവന്മാരുടെ എല്ലാം മൂലം ഹരിയാണ് എന്നും ആ ഹരിഭക്തി ഉണ്ടാകണമെങ്കിൽ മനഃശക്തി ഉണ്ടാകണമെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തെ ഉപസംഹരിക്കുകയാണ്. നാരദൻ ബ്രഹ്മലോകം പോയതിനു ശേഷം പ്രചേതസ്സുകൾ ഹരിയെ ധ്യാനിച്ച് ഹരിപദം പോവുകയും എന്നാണ് പറയുന്നത്. പരമമായിരിക്കുന്ന നിത്യമായിരിക്കുന്ന ആനന്ദത്തെ അങ്ങനെ ഹരിഭജനത്തിലൂടെ പ്രചേതസ്സുകൾ അനുഭവിക്കുകയും അവർ ശാശ്വതമായിരിക്കുന്ന അവസ്ഥയിലെത്തിക്കൊണ്ട് പിന്നീട് ജനനമരണ സ്വരൂപമായിരിക്കുന്ന സംസാര അവസ്ഥ ഇല്ലാതെ അവര് ശാശ്വതമായിരിക്കുന്ന ആനന്ദത്തെ അവരനുഭവിച്ചു വന്നു. ഈ കഥകളെല്ലാം മൈത്രേയ മുനി മൈത്രേയ മുനി വിദുരരോട് പറയുകയും വിദുർക്ക് അത് കേട്ട് ഹരിഭക്തി ഉണ്ടാവുകയും അദ്ദേഹം ഹരി ഭജന അല്ലെങ്കിൽ ഹരി ഭക്തിക്ക് ഉചിതമായിരിക്കുന്ന സാധനങ്ങൾ ചെയ്ത് ഭഗവാന്റെ ആ പദത്തെ നിത്യമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആ അധ്യായവും പൂർണ്ണമാവുകയാണ്. ഇതിലെ ഓരോരോ ശ്ലോകങ്ങളിലൂടെയും ഒട്ടേറെ ദാർശനിക വശങ്ങൾ, തത്വചിന്താപരങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതിസൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. ഏറ്റവും പ്രധാനമായി ചില കാര്യങ്ങൾ മാത്രം അതിലെടുത്തു പറയേണ്ടത്, ഈ ഭാഗത്ത് പറയുന്ന ഈശ്വരൻ അവസ്ഥാത്രയങ്ങൾക്കും സാക്ഷിയാണ്, സർവലോക വ്യാപകനാണ്, സൃഷ്ടിസ്ഥിതി സംഹാരകനാണ്, സർവൈശ്വര്യ പ്രദായകനാണ്, സകല തത്വങ്ങളിലും പറയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായിരിക്കുന്ന അവസ്ഥയാണ്, ത്രിമൂർത്തിയാണ്, സഗുണ നിർഗുണ സ്വരൂപനാണ്, സകാമ നിഷ്കാമ ഭക്തന്മാർക്കും അനുഗ്രഹം നൽകുന്നവനാണ്. ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ
അന്യ വിഷയാസക്തി ഉണ്ടാവുകയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകങ്ങളുടെ ഫലത്തെയും താല്പര്യത്തെയും വർണ്ണിച്ചുകൊണ്ട് സമാപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആ ഹരിഭക്തിയുടെ ഉത്കൃഷ്ടതയെ രുദ്രഗീത പ്രഖ്യാപിക്കുന്നു. രുദ്രഗീതയുടെ ആ ശ്രവണവും